നമ്മളെയൊക്കെ പോലെ വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ജോനത്തൻ. ജീവിതത്തിലെ ചെറുതും വലുതുമായ നിമിഷങ്ങളിലൂടെ തന്റെ സ്വപ്നം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ജോനത്തന്റെ ലൈഫിലേക്ക് ഒരു പെണ്ണിടിമിന്നൽ പോലെ വന്നിറങ്ങി. ഇവൾ ആര് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയാണ് അവൾ പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് ഫാന്റസി സ്റ്റോറി. അപ്രതീക്ഷിതമായി ജോനത്തന്റെ ലൈഫിൽ വന്ന അവന്റെ ഈ ഡെലൂലുവിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോറെ എ വൈഫ് ഫ്രം ഫ്യൂച്ചർ. നമ്മുടെ കഥാനായിക സോറയ്ക്ക് സന്ധ്യാനേരത്തെ അല്ലെങ്കിൽ സന്ധ്യാസമയത്തെ ഒരുപാട് ഇഷ്ടമാണ്. സന്ധ്യ ഏത് രീതിയിലാണെങ്കിലും ആകാശം അതിനെ സ്വീകരിക്കുമെന്നാണ് അവളുടെ കാഴ്ചപ്പാട്. ചുവന്ന് തുടുത്ത സന്ധ്യാനേരമാണെങ്കിലും കറുത്തിരണ്ട സന്ധ്യാനേരമാണെങ്കിലും മടി കൂടാതെ ആകാശം അതിനെ സ്വീകരിക്കും. സോറയെ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും അവളെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള, മനസ്സിലാക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുണ്ട്. അവനാണ് ജോനത്തൻ. ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ഇപ്പൊ ദേ ഒരു കപ്പലിൽ ആർട്ടിക് പ്രദേശത്ത് വന്നിറങ്ങി അവിടുന്ന് കുറേ ചിത്രങ്ങൾ പകർത്തുന്നു. അറോറ ലൈറ്റ്സും ആ മഞ്ഞിൽ വെള്ളത്തുള്ളികളൊക്കെ വീഴുന്നതും കണ്ട് കുറേ സമയം അങ്ങനെ ആസ്വദിച്ച് നോക്കി. ശേഷം തിരികെ വീട്ടിൽ ചെന്ന് അവനെടുത്ത ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആളുടെ ഫ്രണ്ട് ഒരുത്തനുണ്ട് കാർലോ, അവന്റെ കൂടെ റെസ്റ്റോറന്റിൽ ചെന്നു. യഥാർത്ഥത്തിൽ ഈ ലോകം നമ്മളെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? എല്ലാ ജീവജാലങ്ങൾക്കും മുകളിൽ നമ്മളാണെന്നുള്ളത് ഒരു നുണയല്ലേ? കാർലോ, നീ പ്രാക്ടീസ് ചെയ്യുവാണോ? യെസ്, എനിക്കൊരു ഓഡീഷൻ ഉണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കേ, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. സംഭവം അവനൊരു ഓഡീഷന് പ്രിപ്പയർ ആവുകയാണേ. ജോനത്തിനോട് ഇതൊരു പ്രാക്ടീസ് ആണെന്ന് പോലും പറയാതെ പുള്ളിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ കൺഫ്യൂസ് ആയി പോയി. എന്റെ പൊന്നു കാർലോ, ഇപ്പൊ ഇത് നിർത്തിക്കേ. ഞാൻ എന്റെ എക്സിബിഷനെ പറ്റി സംസാരിക്കാൻ കൂടിയാണ് വന്നത്. ഇതേ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇത്തവണ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് കരുതി. ജോ ആർട്ടിക്കിൽ പോയി എടുത്ത ഫോട്ടോസൊക്കെ ഇവനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇത് എന്തോന്നാ ജോമു? ക്ലൈമറ്റ് ചേഞ്ച് കാണിക്കാനാണ് ഉദ്ദേശം? ഇത് വേണ്ട, ഇത് ശരിയാവത്തില്ലെന്ന് എത്ര തവണ പറഞ്ഞതാ? എടാ, ഈ എക്സിബിഷന് അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തതയാണ് വേണ്ടത്. ഈ ക്ലൈമറ്റ് ചേഞ്ചും കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എടുത്ത് തൂട്ടിക്കളയും. ഇന്നേരം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ബീറും കൊണ്ട് കൊടുത്ത് നമ്മുടെ ജോയെ ബർത്ത്ഡേ വിഷ് ചെയ്യും. ഉടൻ കാർലോയെ ഒന്ന് തണുത്തിട്ട്, ഓ മാൻ, ബർത്ത്ഡേ ആണല്ലേ, സന്തോഷ ജന്മദിനം, ഏതായാലും ഈ ഫോട്ടോസ് കൊടുത്തു നോക്കാം, ഡേവിഡിന് ഇഷ്ടപ്പെട്ടാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആവശ്യം പോലെ മദ്യപിച്ച് സിഗരറ്റും വലിച്ച് ഇരുവരും തിരികെ പോകുന്നു. ജോ അത്യാവശ്യം നന്നായിട്ട് സിഗരറ്റ് വലിക്കും. ഒരു ദിവസം ഒരു പാക്കറ്റൊക്കെ ഈസിലി തീർക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോസ് എടുക്കണമല്ലോ, അപ്പൊ ചിന്തിക്കണം, ചിന്ത വരണമെന്നുണ്ടെങ്കിൽ വലിച്ചു കയറണം എന്നൊക്കെയാണ് മെച്യൂരിറ്റി ഇല്ലാത്ത പ്രമുഖർ പറയുന്നത്. ഇതൊന്നും അത്ര നല്ല ശീലമല്ലെന്നറിയാലോ. പിന്നെ ഓഫ് കോഴ്സ് അവന്റെ ലൈഫ്, അവന്റെ ചോയ്സ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസത്തെയും പതിവ് പോലെ അത്യാവശ്യത്തിലേറെ സ്മോക്ക് ചെയ്തു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റ് വരുമ്പോൾ കാണുന്നത് ഒരു പെണ്ണിനെയാണ്. അതും ഇവന്റെ അടുത്ത്, ഇവന്റെ ബെഡിലിരിക്കുന്നു. ചാടി എണീറ്റ് ആരാ നീ എന്ന് ചോദിച്ചപ്പോ, ഹായ്, എന്റെ പേര് സോറെ, ഫ്യൂച്ചറിലുള്ള നിന്റെ ഭാര്യയാണ്. അടിച്ചതും വലിച്ചതും കൂടി പോയാ മിക്സ് ബോർഡിന് ഇങ്ങനൊരു സൈഡ് എഫക്ട് ഇല്ലാത്തതാണല്ലോ. ഉടൻ തന്നെ ജോ ഫോൺ എടുത്ത് കാർലോയെ വിളിച്ച്, കാർലോ, നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ? എന്നടാ, എന്നാ പറ്റി? ഹലോ കാർലോ, നീ എന്താ കരയുന്നേ? ഞാൻ കരയൊന്നുമല്ല, നീ കാര്യം പറ. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇമാതിരി തമാശ ഒന്നും ഇഷ്ടമല്ലെന്ന്. ആരാ ഇവള്? ഇങ്ങനെ പെണ്ണുങ്ങളെയൊന്നും എന്റെ വീട്ടിലോട്ട് അയച്ചേക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പെണ്ണോ? ഏത് പെണ്ണ്? അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നീ അല്ലേ ഇവളെ അയച്ചത്? അതിരിക്കട്ടെ, നീ എന്തിനീ ഈ കരയുന്നേ? സംഭവം കാർലോ അവിടെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുക. ആളുടെ മെത്തേഡ് ആക്ടിങ്, പിന്നെ ഇവൻ എക്സിബിഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡേവിഡ് എന്ന വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ എടുക്കുമെന്നറിയില്ല. ആ ഒരു ടോപ്പിക് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കാർലോ പറഞ്ഞു. അതൊക്കെ ഓക്കെ, കാർലോ അല്ലെങ്കിൽ പിന്നെ ഇവളെ ആരാണ് അയച്ചത്? ഭാവിന്ന് വരുവാണ്, അതും ഇവന്റെ ഭാര്യയാണെന്ന് പോലും. എവിടെയോ ഒരു അരപ്പിരി ലൂസാണ് അവൾക്കെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അവളും ഇറങ്ങിപ്പോയി. ജോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ, അതേ, നിന്റെ ഫോണും പേഴ്സും മറന്നുപോയി. ശരിയാണ്, ഇവനും ഫോണും പേഴ്സും എടുക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വന്നത്. എടുക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങനെയും നടന്നു പോകുമ്പോൾ ദേ അവളും അവനെ ഫോളോ ചെയ്തു വരുന്നു. അതേ ജോ, അത്ര സ്പീഡിൽ നടക്കണ്ടാട്ടോ, പണി കിട്ടും. പറഞ്ഞ് നാവെടുത്തില്ല. അതുവഴി വന്ന ഒരുത്തിനെ ഇടിച്ച് അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയോ താഴെ വീണു. അയാളോടും സോറി പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ജോ വീണ്ടും മുന്നോട്ട് ചെല്ലുന്നു. നമ്മുടെ ജോയുടെ ഗേൾ ഫ്രണ്ട് ഇവനെ കാത്തിരിക്കുന്നുണ്ട്. അവളെ മീറ്റ് ചെയ്യാൻ ചെന്നതാണ്. ഇവളുടെ പേര് എൽസ. രാവിലെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞപ്പോൾ, കാർലോ പെണ്ണിനെ അയച്ചെന്നോ? അവനെന്തിനാ അങ്ങനെ ചെയ്യണം? ജോ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു പ്രൊഫഷണൽ ഏജന്റിനെ വേണം. ഈ കാർലോയൊക്കെ ഒഴിവാക്ക്. ഓ എൽസ, പ്ലീസ് നിർത്ത്. ജോയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എൽസ അത്യാവശ്യം കൺട്രോൾ ചെയ്യുന്ന ഒരുത്തിയാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് ഇവനെ കുറ്റപ്പെടുത്തി, നീ ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് പുള്ളിക്കാരി. കുറ്റം പറയാൻ പറ്റില്ല, അവൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ഫാമിലി. എന്തൊരു കാര്യമാണെങ്കിലും അതിനെയൊക്കെ പ്രൊഫഷണലായിട്ട് നോക്കി കാണുന്ന രീതി. ചെറുപ്പം മുതലേ ആ ഒരു രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ടും എല്ലാത്തിലും ബെറ്റർ ആയിരിക്കണം, ടോപ്പ് ആയിരിക്കണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിരന്തരം പുള്ളിക്കാരനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരിക്ക് ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. മാൻഡ്രിഡിൽ പോയി റെസ്റ്റോറൻറ്റ് തുടങ്ങുക, അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് അവളുടെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ജോ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ, എക്സിബിഷൻ, അത് ഇതെന്ന് പറഞ്ഞ് നടക്കാതെ ഇവളോടൊപ്പം അങ്ങോട്ട് ചെല്ലാമെന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാമെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ആൾക്ക് അത് അത്ര താല്പര്യമില്ല. അവൻ്റെ പ്രൊഫഷൻ നോക്കണമല്ലോ. ജോ, ഞാനൊരു കാര്യം പറയുമ്പോൾ നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല, ഗേൾ ഫ്രണ്ടാണ്. കുറച്ച് മെച്യൂർഡായിട്ട് ഒരു ആണിനെ പോലെ പെരുമാറ്. എപ്പോഴും ഇതിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിനിടെ അങ്ങോട്ട് വന്ന് ജോനത്തൻ്റെ തൊട്ട്
തൊട്ടടുത്തിരിക്കുന്ന സോറെ. ഹായ് എൽസ, എൻ്റെ പേര് സോറെ, ജോയുടെ ഭാര്യയാണ്. ഞങ്ങൾ ഇന്തോനേഷ്യ വെച്ച് വിവാഹം കഴിച്ചതാണ്. പിന്നെ നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുമായിട്ട് ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടെ ബന്ധം ഉണ്ടാക്കും. സിംഗിൾ ആണെന്നൊക്കെ വെറുതെ പറഞ്ഞ് നിങ്ങളുമായിട്ട് പരിചയം ഉണ്ടാക്കി നിങ്ങളെ യൂസ് ചെയ്യും. പിന്നെ നീ ആഗ്രഹിക്കുന്ന പോലെ മാഡ്രിഡിൽ പോയി റെസ്റ്റോറൻറ്റ് തുടങ്ങാനൊന്നും ഇവൻ ഒട്ടും ആഗ്രഹമില്ല. നിന്റെയും നിന്റെ അച്ഛൻ്റെയും ചൊൽപ്പിടിക്ക് നിൽക്കാനൊന്നും ഇവനെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം കൂടെ കേട്ടതും എൽസ തൊട്ട് മുന്നിലിരുന്ന വെള്ളം എടുത്ത് ജോനത്തിന്റെ മുഖത്തൊഴിച്ചു. എന്താ ഇത്? എൽസ നിൽക്കൂ പ്ലീസ്. ലെവൻ ഒരു നാണവും ഇല്ലാതെ എൽസയുടെ പുറകെ പിന്നെയും പോകാൻ തുടങ്ങിയപ്പോൾ സോറെ പറയുന്നുണ്ട്, വേണ്ട, നീ തെന്നിയടിച്ച് വീഴും. കേട്ടില്ല, എടുത്തടിച്ച് വീണ് ആകെ നാണം കെട്ട് നാറി. ദേഷ്യപ്പെട്ട് അവിടുന്ന് തിരികെ പോകുമ്പോൾ സോറയും പിന്നാലെ ചെല്ലുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയിട്ടും ഇവൾ ഇങ്ങനെ പിന്തുടർന്ന് വരുന്നത് കണ്ട്, ദേ നീ നിർത്തിക്കോ, എന്റെ പുറകെ വന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും. അതിനവളും ഓക്കെ ശരി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ വീടിനകത്ത് കയറിപ്പോയി. കുറേ സമയം അവിടെ ഇരുന്ന് വർക്ക് ചെയ്തു. സോറെ അങ്ങ് മാറിപ്പോയിട്ടൊന്നുമില്ല. പുള്ളിക്കാരതേ വീടിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. രാത്രിയായി. ജോ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോഴും സോറെ ദേ അവിടെ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട്. ഓ ശരി, എന്താ നിനക്ക് വേണ്ടത്? അവൾക്ക് ഫുഡ് വേണോ അത്രേ. അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് കഴിക്കാൻ ഫുഡ് വാങ്ങി കൊടുത്തു. ജോ ബിയർ പറഞ്ഞിരുന്നെങ്കിലും ഇവർ കൊണ്ടു കൊടുക്കുന്നത് വെള്ളമാണ്, പച്ചവെള്ളം. കാരണം സോറെ അവരോട് പറഞ്ഞിരുന്നു ഇവന് ബിയർ കൊടുക്കരുതെന്ന്. വാട്ടവർ അവളോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുവാണ്. സോറയ്ക്ക് ഇവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇവന്റെ അമ്മയുടെ പേര്, പുള്ളിക്കാരുടെ ഫാമിലിയെ പറ്റി, ഇവന്റെ സിബ്ലിങ്സ്, എവിടെയാണ് ഇവരൊക്കെ വളർന്നത്, ഇവരുടെയൊക്കെ വിവാഹം ഇനിയിപ്പോൾ എന്ന് നടക്കും, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അവൾ പറയുന്നുണ്ട്. ജോ ടോട്ടലി കൺഫ്യൂസ്ഡ്. അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന കാറിലോട് അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ടൈമിൽ ഇനി ഏതാണ്ട് ഒരു 3 വർഷം കഴിയുമ്പോൾ ജോയുടെ സഹോദരിയുടെ വിവാഹം നടക്കും. ആ സമയത്താണ് ജോയും ഇവളും പരിചയപ്പെടുന്നത്. ദെൻ ഇഷ്ടത്തിലായി വിവാഹം ചെയ്തു. അങ്ങനെയൊക്കെയാണ് സോറയുടെ കഥ. ഓക്കെ, അപ്പൊ നീ ഫ്യൂച്ചറിൽ നിന്ന് വന്ന എന്റെ ഭാര്യയാണ്. എന്താ ഇങ്ങോട്ട് വരാൻ കാരണം? എന്താ വേണ്ടത്? നമ്മുടെ ജോയുടെ ലൈഫ് കുറെ കൂടെ ബെറ്റർ ആക്കാൻ വന്നതാണ് അവളെന്ന്. എന്റെ ലൈഫ് ഓക്കെ ആണല്ലോ. അന്നേരം സോറെ ഇവനെ വിളിച്ചുകൊണ്ട് പോയി. ജോ എടുത്തിട്ടുള്ള ഫോട്ടോസിൽ ലഡാക്കിൽ വെച്ചെടുത്ത ഫോട്ടോ വേണം ഡേവിഡിനെ കാണിച്ചു കൊടുക്കാൻ. ആർട്ടിക്കിലെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇവൻ ആഗ്രഹിക്കുന്ന പോലെ എക്സിബിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഡേവിഡ് ഇംപ്രസ് ആവണമെന്നുണ്ടെങ്കിൽ ലഡാക്കിൽ വെച്ചെടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവൻ ലഡാക്കിൽ പോയി ഫോട്ടോസ് എടുത്ത കാര്യമൊക്കെ ഇവന് മാത്രമേ അറിയുള്ളൂ. തനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളെ വിശ്വസിച്ച് ഇവനും ഡേവിഡിനെ ഈ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഇംപ്രസ്ഡ് ആയി. ജോ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഏർപ്പാടാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അതിനർത്ഥം ശരിക്കും സോറെ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. ഇനി അവളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ജോയുടെ ലൈഫ് ബെറ്റർ ആക്കാൻ അവളെ കൊണ്ട് സാധിക്കും. ഇനി അങ്ങോട്ട് അവൾ പറയുന്ന പോലെ കേട്ടോണം എന്ന് പറഞ്ഞപ്പോൾ ജോയും അങ്ങ് സമ്മതിച്ചു. പാവം പയ്യൻ അതിന് പുറകെയുള്ള ചതി അറിഞ്ഞില്ല. ഇവൻ വലിക്കാൻ വാങ്ങി വെച്ചിരുന്ന സിഗരറ്റ്സ് എല്ലാം കീറി കത്തിച്ച് കളഞ്ഞു. വീട്ടിൽ എവിടെയൊക്കെ മദ്യക്കൂപ്പുകൾ ഒളിച്ചും തെളിച്ചും വെച്ചിരുന്നു എല്ലാം എടുത്ത് മുഴുവനും കാലിയാക്കി. ഇനി അങ്ങോട്ട് നല്ല ഫുഡ് കഴിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ട് ജീവിച്ചാൽ മതി. ആവശ്യമില്ലാത്ത പുകവലി, മദ്യപാനം, ആരോഗ്യത്തിന് ദോഷമാവുന്നതൊന്നും ചെയ്യേണ്ടെന്ന്. ഇതുവരെ ജോയുടെ ജീവിതം ഓക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ മച്ച് ബെറ്ററായി. എപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കാൻ കൂടിയ ഒരാള്, അതും അവനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടി ആയപ്പോൾ മച്ച് ബെറ്ററായി. കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം, നല്ല ആഹാരങ്ങൾ കഴിക്കണം, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട, കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങണം. ഇത്രയും നാൾ അങ്ങനെ കൃത്യമായി പാലിച്ചു പോകാത്ത ആ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വന്നു. അങ്ങനെ എക്സിബിഷൻ നടക്കുന്ന ദിവസം വന്നെത്തി. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ട് ഇനി മാഡ്രിഡ് വെച്ചും എക്സിബിഷൻ നടത്താമെന്ന് ഡേവിഡ്. ഓൾറെഡി നമ്മുടെ ജോ ആർട്ടിക്ക് പോയി എടുത്ത പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അത്ര നല്ല രീതിയിൽ വർക്ക് ആവണമെന്നില്ല, എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഡേവിഡ് പറയുന്നുണ്ട്. ശേഷം വീട്ടിലെത്തി നമ്മുടെ സോറെ ഡേവിഡിന്റെ അലമാരയിൽ നിന്ന് ഒരു എൻവലപ്പ് കണ്ടുപിടിക്കും. ഇവന്റെ എക്സ് കൊടുത്തതോ എക്സിന് വേണ്ടി എഴുതിയതോ എന്തോ ആയിരിക്കും എന്ന് കരുതി അവളത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരിനെ ഇക്കിളാക്കി കളി ചിരിയൊക്കെ ആയി ബെഡിൽ കിടന്ന് ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ജോ അതിനെ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മുടെ കല്യാണത്തിന് ശേഷമായിരുന്നു. അത് കേട്ട് ഇവനും അങ്ങ് മാറും. പുള്ളിക്കാരിക്ക് ഓക്കെ അല്ല, കൺസെന്റ് ഇല്ലാതെ സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെ പാടില്ല. ജോ നല്ല കുട്ടിയാണ്. ഒരിക്കൽ സോറെ ഇവനോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ലൈഫ് ലോങ് ഒരേ ഒരു റിലേഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് നമ്മുടെ ജോ ആയിരിക്കണമെന്ന്. ജോയ്ക്കാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അവന് പ്രീവിയസ് റിലേഷൻസ് ഉണ്ട്. പെട്ടെന്ന് സോറെ അങ്ങനെ ടച്ച് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ അവളെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്തിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. ദെൻ മാഡ്രിഡ് എക്സിബിഷന് ഇവൻ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഫോട്ടോസൊക്കെ ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തോ ഒന്ന് മിസ്സാവുന്നുണ്ട്. ഇവൾ ഫ്യൂച്ചറിൽ നിന്ന് വരുന്നതുകൊണ്ട് മാഡ്രിഡ് എക്സിബിഷനെ പറ്റി അവളോട് ചോദിക്കുമ്പോൾ അവൾ വ്യക്തമായ ഒരു ഉത്തരം പറയുന്നില്ല. അതെല്ലാം നന്നായി നടന്നിട്ടുണ്ടാവും എന്നേ പറയുന്നുള്ളൂ. പെട്ടെന്ന് ജോയ്ക്ക് ഒരു ഐഡിയ കിട്ടി. ഇവിടെ മിസ്സാവുന്നത് എന്താണെന്ന് അവൻ മനസ്സിലാക്കി. സോറേനെ കൂട്ടിക്കൊണ്ടുപോയി കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൺസെറ്റിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ സോറെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കയറി നിന്ന്, നീ ഒന്നും കഴിച്ചിട്ടില്ല, വാ കഴിക്ക്. വെയിറ്റ് ഒരു മിനിറ്റ് സോറെ, നീ കുറച്ചങ്ങോട്ടൊന്ന് മാറി നിൽക്കോ, ഇങ്ങോട്ട് നോക്ക്, ചിരിക്ക് എന്നും പറഞ്ഞ് അവളെ കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഫോട്ടോ എടുത്തു. സന്ധ്യാസമയം അസ്തമിക്കാൻ പോകുന്ന സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശവും നമ്മുടെ സോറയും. ഇത്രയൊക്കെ ചെയ്തിട്ടും നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചിട്ടും മാഡ്രിഡ് എക്സിബിഷൻ നല്ല രീതിയിൽ നടക്കുമോ, എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്നിവനൊരു പേടിയുള്ള പോലെ. എന്തൊക്കെയോ അവന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അവന്റെ ഈ പേടി സോറെ ഇവനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനും പ്രേരിപ്പിച്ചു. രാത്രി അവൾ കാണാതെ എഴുന്നേറ്റ് പുറത്തു വന്ന് സിഗരറ്റ് വലിച്ചു. സോറെ ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കിയതും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഇത് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതല്ലേ ഇവൻ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇവനിങ്ങനെ വലിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആകെ സങ്കടമായിട്ട് ആ കയ്യിലിരിക്കുന്ന കളയാൻ പറഞ്ഞിട്ട് പോലും അവൻ കളയുന്നില്ല. ഇത് അവന്റെ ശീലമാണ്, ഇത് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് പറയാണ്. മാറ്റത്തില്ലെന്നല്ല,
എന്നല്ല, തീർച്ചയായും അവൻ മാറ്റാൻ ശ്രമിക്കും. പക്ഷേ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ശീലം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റില്ല എന്ന് സോറയ്ക്ക് ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പുള്ളിക്കാരി കുറേയേറെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. എല്ലാം വീണ്ടും ഒന്നുകൂടെ തുടങ്ങണം. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. സ്മോക്കിംഗ് തുടർന്നാൽ 8 വർഷം കൂടി ഇവൻ ആയുസുള്ളൂ. ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവൻ മരണപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ സോറയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഇവൾക്ക് ഇതെന്താ പറ്റിയെന്നറിയാതെ ജോ ഇങ്ങനെ നോക്കി നിൽക്കുകയും ഇതേ അവൾ വീണുപോയി. ഇനിയും ഒരു 10,000 തവണ ജീവിക്കേണ്ടി വന്നാലും ജോനത്തിനെ മാത്രമേ ചൂസ് ചെയ്യൂ എന്ന് പറയുന്ന സോറയുടെ ശബ്ദം കേൾപ്പിച്ച് വീണ്ടും നമ്മുടെ സോറയെ ജോനത്തൻ കിടന്നുറങ്ങുന്നതിന് തൊട്ടടുത്തു നിന്ന് കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്നു. ആദ്യമായി ഇവർ കണ്ടുമുട്ടിയില്ലേ? ജോനത്തൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇവൾ അവന്റെ ബെഡിലിരിക്കുന്ന ആ ഒരു കാഴ്ച, അതേ സംഭവങ്ങൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ആവുകയാണ്. അതായത് നമ്മുടെ സോറെ ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. ജോനത്തൻ അവൾക്ക് കൊടുത്ത പ്രോമിസ് തെറ്റിച്ചതോടെ ലൂപ്പ് വീണ്ടും റീസെറ്റായി. ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടതൊന്നും സോറയ്ക്ക് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. അവൾ പറയുന്നുണ്ടല്ലോ ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ല എന്ന്. അതിനു മുമ്പും പലതവണ ജോനത്തനെ നല്ല രീതിക്ക് നല്ല വഴിക്ക് നടത്താൻ അവൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഇവൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും, ലൂപ്പ് വീണ്ടും റീസെറ്റ് ആവും. സോറയ്ക്ക് വീണ്ടും 1 മുതൽ തുടങ്ങേണ്ടി വരും. ഈ ലൂപ്പ് ഇവൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിന്? കംപ്ലീറ്റ് ചെയ്താൽ എന്താണ് റിസൾട്ട്? എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്ങനെയും ജോനത്തിനെ നല്ല വഴിക്ക് നടത്തി 8 വർഷത്തിന് ശേഷം അവൻ മരണത്തിന് കീഴടങ്ങാത്ത ലെവലിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരണം. മെയിനായിട്ട് അവന്റെ മദ്യപാനം, സിഗരറ്റ് വലിയൊക്കെ പൂർണ്ണമായും നിർത്തണം. അവനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം. അവനവന്റെ കരിയറിൽ സക്സസ് ആവണം. ഇതൊക്കെ തന്നെയാണ് സോറയുടെ ഉദ്ദേശങ്ങൾ. ഇത്തവണയും റീസെറ്റ് ആയപ്പോൾ പതിവ് പോലെ എഴുന്നേറ്റ് വരുന്ന ജോനത്തൻ സോറയെ കണ്ട് പേടിച്ചു. തന്റെ ഫ്രണ്ട് ആയിരിക്കും ഇവളെ ഇങ്ങോട്ട് അയച്ചത് എന്ന് കരുതി അവനെ വിളിച്ച് ചോദിക്കുന്നു. മുമ്പ് നടന്ന കാര്യങ്ങൾ അതുപോലൊക്കെ തന്നെ സംഭവിക്കുവാണ്. ഇതൊന്നും ജോനത്തൻ ഓർമ്മയില്ലെങ്കിലും ഇവൾക്കെല്ലാം ഓർമ്മയുണ്ട്. ലാസ്റ്റ് ടൈം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ആവുന്നു. കഴിഞ്ഞ തവണ സംഭവിച്ച ആ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഇത്തവണ സംഭവിക്കരുത്. രാത്രി ജോ സിഗരറ്റ് വലിക്കാൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അവനെ തടയണമല്ലോ. അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷേ ഇത്തവണ അവൻ വെള്ളം അടിച്ച് ഓഫായി പോയി. വീണ്ടും ലൂപ്പ് റീസെറ്റായി. അടുത്ത തവണ പിന്നെയും അവൻ മണ്ടത്തരം കാണിച്ചു. വീണ്ടും വീണ്ടും ഇതിങ്ങനെ തുടർച്ചയായി റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ തവണയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെയും ഇത് റീസെറ്റ് ആവും. 5ഓ 10ഓ തവണയല്ല അവൾ മരിച്ചിട്ടുള്ളത്. ഇവൻ നന്നാവെന്ന് കരുതി ഇവനെ നന്നാക്കാൻ ശ്രമിക്കും. പിന്നെ ഇവൻ കുരുത്തക്കേട് കാണിക്കും, അവൾ മരിക്കും. എത്രയോ തവണ ഇവന് വേണ്ടി മരിച്ചിരിക്കുന്നു. മരിക്കുക, വീണ്ടും തിരിച്ചു വരിക, നന്നാക്കാൻ ശ്രമിക്കുക. ഇങ്ങേരൊട്ടും നന്നാവത്തുമില്ല. പാവം കൊച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരുത്തനെ നന്നാക്കാൻ വേണ്ടി എത്രയെന്ന് വെച്ചാൽ മരിക്കുക. മരിച്ച് 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 ഇവക്ക് വയ്യാണ്ടായി. ഇവക്കിപ്പോൾ ഇതിനേ സമയമുള്ളൂ എന്നുള്ള അവസ്ഥയായി. പോയി അവൾ അവളുടെ ദൗത്യം ഉപേക്ഷിച്ചു. ഇവനെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യമില്ലെന്നായി. ലൂപ്പ് വീണ്ടും റീസ്റ്റാർട്ടായി വന്നപ്പോൾ അവൻ എണീറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ച് ഒടുക്കം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാം മടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി നമ്മുടെ സോറയെ. ഇത്തവണ ടൈം റീസെറ്റ് ആയപ്പോൾ നേരെ അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് തിരക്കുവാണ്. ഇനിയിപ്പോൾ അവന്റെ കാര്യത്തിൽ ഇടപെടാൻ പോവാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കരുതി 1-2 കടകളിൽ തിരക്കിയപ്പോൾ അടുത്തുള്ള ഒരു ബ്രൈഡൽ സ്റ്റോറിൽ ആളെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ഇവളാണെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ കൂടിയാണ്. നേരെ അവിടെ എത്തി. ആ കടയുടെ ഓണർ ചെയ്തു കൊടുത്ത ഡ്രസ്സ് ഇഷ്ടപ്പെടാത്ത ഒരു ബ്രൈഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തു കൊടുത്ത ഡ്രസ്സിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് ബാധിച്ചപ്പോൾ നമ്മുടെ ഹീറോയിനാവട്ടെ അത് ഡ്രസ്സിന്റെ കുഴപ്പമല്ല, ബ്രൈഡ് നിൽക്കുന്നതിലെ ചെറിയൊരു പാകപ്പിഴയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എങ്ങനെ നിൽക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ ഡ്രസ്സ് നല്ല അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. ബ്രൈഡൽ സ്റ്റോറിന്റെ ഓണറും ഇംപ്രസ്ഡ് ആയി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവിടെ ജോലി കിട്ടി. സ്റ്റോർ ഓണറിന്റെ പേര് മാർക്കോ. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഇവൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ വാടക സാലറിന്ന് പിടിച്ചോളും. പിന്നെ ഇവളെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നത്തിലാണ് പുള്ളിക്കാരി എന്ന് മനസ്സിലായിരുന്നു. ഇവൾക്കൊരു നഷ്ടപ്രണയത്തിന്റെ കഥ പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി. ഒരു ദിവസം നമ്മുടെ ജോനത്തിനും പുള്ളിക്കാരന്റെ ആ സമയത്തെ ഗേൾഫ്രണ്ട് എൽസയും മാർക്കോയുടെ ഷോപ്പിൽ വന്നു. അവരുടെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും. ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ സോറെ ജോനത്തിന് ഡ്രസ്സ് തയ്ക്കാൻ അളവെടുക്കുമ്പോൾ ഇവളുടെ പതറ്റിലും ബുദ്ധിമുട്ടും ഒക്കെ ശ്രദ്ധിച്ച മാർക്കോ ഇവളെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബ്രോക്കൺ ഹാർട്ടുമായിട്ട് നടക്കുന്നത് ഇവൾക്ക് ഒട്ടും നല്ലതല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് വിഷമത്തോടെ നടക്കാതെ മുന്നോട്ട് പോവുക, മൂവ് ഓൺ ചെയ്യുക. നമ്മുടെ പാസ്റ്റും വേദനകളും മരണവും ഒന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. അതൊന്നും നമ്മുടെ കയ്യിലല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു കൊടുത്തു. ഇതിനൊക്കെ ശേഷം ജോനത്തനും എൽസയും ഇവരുടെ കടയിലുള്ള സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്നതാണ് നമ്മൾ കാണുന്നത്. ജോനത്തൻ പറയുന്ന കാര്യങ്ങളൊന്നും എൽസ മനസ്സിലാക്കുന്നില്ല. അവന്റെ ഡ്രീമിന് ഒരു വിലയും കൊടുക്കുന്നില്ല. എല്ലാം അവൾ പറയുന്ന പോലെ ആയിരിക്കണം. അവളുടെ അച്ഛൻ തുടങ്ങി കൊടുക്കുന്ന ബിസിനസ് നോക്കി അങ്ങനെ അങ്ങ് ജീവിച്ചു പോക്കണമെന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ പക്ഷം. ഇതൊക്കെ കാണുന്ന സോറയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തന്റെ ഭർത്താവിനോട് മറ്റൊരുത്തി ഇങ്ങനെ കയർക്കുമ്പോൾ ഏതൊരു പെണ്ണിനാണെങ്കിലും എതിർക്കാൻ തോന്നും. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇവൾ ആരുമല്ല. അവന് മേലെ ഇവൾക്ക് യാതൊരു അധികാരവുമില്ല. എല്ലാം കേട്ടു നിൽക്കാൻ മാത്രമേ നമ്മുടെ ഹീറോയിന് പറ്റിയുള്ളൂ. എൽസ ജോനത്തനെ കുറേ വഴക്ക് പറഞ്ഞ് രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ മാർക്കോ, നിങ്ങൾ പറഞ്ഞില്ലേ പാസ്റ്റും പെയിനും ഡെത്തും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെയാണോ ആളുകളുടെ കാര്യത്തിലും? മറ്റൊരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ലേ? മാറ്റാൻ പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് ചില ദുശീലങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വ്യക്തമായ കാരണവും ഉണ്ടാവാം. അവരുടെ പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഒക്കെ ആയിരിക്കാം. അതെന്താണ് ആ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ അവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആരെയും മാറ്റാൻ പറ്റുമല്ലോ. എന്തു പറ്റി സോറെ? ഇപ്പൊ ഇറങ്ങിപ്പോയ അവനായിരുന്നു നിന്റെ ആള്. മാർക്കോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ സോറയ്ക്കും ഒരുപാട് സന്തോഷമായി. താൻ വിചാരിച്ചാൽ ഇനിയും ജോനത്തിനെ മാറ്റാനുള്ളൊരു അവസരമുണ്ട് എന്ന് അവൾ റിയലൈസ് ചെയ്തു. നേരെ ചെന്ന് മാർക്കോയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം ചെയ്തു കൊടുത്ത സഹായങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു. വീണ്ടും ടൈം റീസെറ്റ് ആയപ്പോൾ ശരിക്കും എന്താണ് ജോയെ ഇത്രയേറെ അലട്ടുന്ന പ്രശ്നം? അവൻ ഈ മദ്യപാനവും സ്മോക്കിങ്ങും
ഒക്കെ ഉപേക്ഷിക്കാത്തതിന്റെ റീസൺ എന്താണ്, എന്തെങ്കിലും ട്രോമ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. മുൻപൊരിക്കൽ ജോനത്തിന്റെ അലമാരയിൽ ഒരു കവർ ഇവൾ ശ്രദ്ധിച്ചിരുന്നു. ഇത്തവണ അവളത് തുറന്നു നോക്കി. അതിനകത്ത് കുറേ ഫോട്ടോസാണ്. ഫോട്ടോസിന്റെ പുറയിലായിട്ട് ജോനത്തൻ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി എഴുതിയിരിക്കുന്ന ചെറിയ ചില നോട്ട്സും കാണാം. അതിൽ നിന്ന് ജോയുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അച്ഛനുമായിട്ടൊന്നും അത്ര നല്ല ബന്ധമല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിവാഹശേഷം ഇതുവരെയും നമ്മുടെ ഹീറോയിനോട് പോലും ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും ഇത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ജോ എണീറ്റ് വന്നു. ആരാ നീ? ഇതൊക്കെ എന്തിനാ എടുത്തേ? ജോ, എന്റെ പേര് സോറെ. ഞാൻ ഭാവിയിൽ നിന്ന് വരുന്ന നിന്റെ വൈഫാണ്. എന്നെ കാറിലോ അയച്ചതൊന്നുമല്ല. എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയാം. നീ ലഡാക്കിൽ പോയി എടുത്ത ആ ഫോട്ടോസ് ഇല്ലേ, അതെവിടെയാ വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. പിന്നെ നീ ഇതൊക്കെ നിന്റെ അച്ഛൻ അയക്കാറുണ്ടായിരുന്നല്ലോ. നമുക്ക് വേണേ പോയി അദ്ദേഹത്തെ മീറ്റ് ചെയ്യാം. കിടക്കപ്പായി എണീറ്റ് വന്നപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇവന് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിച്ചപ്പോൾ ഇവള് ഭാവിയിൽ നിന്ന് വന്ന വൈഫാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്തോ ഒരു നിമിഷം ജോയുടെ കണ്ണ് നിറയുന്ന പോലെ തോന്നുന്നുണ്ട്. അത് കണ്ണ് നിറഞ്ഞതായിരുന്നില്ല, ഭ്രാന്തിയാണെന്ന് കരുതി അവളെ പിടിച്ച് പുറത്താക്കി. കുഴപ്പമില്ല, ഇവൾ ഒരുപാട് തവണ ഇവന് വേണ്ടി മരിച്ചതല്ലേ, ഒരു തവണയും കൂടെ മരിച്ച് വീണ്ടും ടൈം റീസെറ്റ് ആകുമ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടൈം ജോയെ വിളിച്ചെഴുന്നേപ്പിച്ച് നോക്ക്, നീ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന കാര്യം എനിക്കറിയാം. നമ്മൾ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പോവാ. വാ, നിന്റെ അച്ഛനെ കാണാൻ ഇപ്പം തന്നെ പോവാ. പോയിട്ട് വന്നോളാൻ പറഞ്ഞു ജോ. ഒറ്റയ്ക്ക് പോകണ്ട, ഇവളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോലീസിനെ വരെ വിളിച്ചു വരുത്തി. സ്വാഭാവികം, രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെയാണെങ്കിൽ വല്ലതും എടുത്ത് തലക്കടിച്ച് പിടിപ്പിക്കും. അവൻ അങ്ങനെയൊന്നും ചെയ്യാതെ പോലീസിനെ വിളിച്ചു വരുത്തിയതല്ലേ ഉള്ളൂ. അഗെയിൻ ടൈം റീസെറ്റായി വീണ്ടും ഒന്നേന്ന് തുടങ്ങുമ്പോൾ നേരത്തെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്ത പോലെ ഇത്തവണയും അപ്രോച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ അതേ ഓർഡറിൽ നടന്ന് നല്ല ഒരു അവസരം കിട്ടിയപ്പോൾ ഇതുവരെയും നമ്മുടെ ഹീറോയിനോട് ഷെയർ ചെയ്തിട്ടില്ലാത്ത, ഫ്യൂച്ചറിലുള്ള അവളോട് പോലും ഷെയർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ് ഇവന്റെ അച്ഛനെ പറ്റിയൊക്കെ. അദ്ദേഹത്തെ ഒന്ന് പോയി മീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവന്റെ ട്രോമാസ് ഇഷ്യൂസ് ഒക്കെ എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് പരിഹാരം കാണാവുന്നതാണല്ലോ പ്ലാൻ. നമ്മുടെ ജോയ്ക്ക് അവന്റെ അച്ഛനോടുള്ള പ്രശ്നം എന്താണെന്നാൽ അദ്ദേഹം ഇവരെയൊക്കെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ്. ജോയ്ക്ക് അന്ന് 4 വയസ്സുണ്ടാവും, ഇവന്റെ ചേച്ചിക്ക് 6. കുട്ടികളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഇവരുടെ അച്ഛൻ ഇവരെ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയെന്ന്. അയാൾ എന്ത് തരത്തിലുള്ള മനുഷ്യനായിരിക്കും? സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ പോയിരിക്കുന്നു. അയാൾ എങ്ങനത്തെ മനുഷ്യനായിരിക്കും എന്നൊക്കെ ജോ ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നതോ അയാൾ നിന്നെ പോലെ ഒരു മനുഷ്യനാണ് എന്ന്. ശരിയാണ്, പണ്ട് ഇവന്റെ അച്ഛൻ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് പോയി. എന്നാൽ ആ ഒരു ട്രോമ കാരണം നമ്മുടെ ജോ ചെയ്യുന്നതോ തുടർച്ചയായ ഡ്രിങ്കിങ്, സ്മോക്കിംഗ്. ഇതിലൂടെ അവന്റെ സ്വന്തം ജീവൻ നഷ്ടപ്പെടും. ഹാർട്ട് അറ്റാക്ക് വന്ന് അവന്റെ ഭാര്യ സോറയെ തനിച്ചാക്കി അവൻ മരണപ്പെടും. പണ്ട് ജോയുടെ അച്ഛൻ ചെയ്ത പോലെ ഒരു തെറ്റാണ് ജോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേര് ഭാര്യയും മക്കളെയും മനഃപൂർവ്വം ഉപേക്ഷിച്ചു പോയി. ഇവനും മനഃപൂർവ്വം സിഗരറ്റ് വലിച്ച് ഡ്രിങ്ക് ചെയ്ത് ഇവന്റെ ലൈഫ് സ്പാനും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോറയെ തന്നെയാണ്. അവളുടെ ആഗ്രഹം തന്നെ ലൈഫിൽ ഒരേ ഒരു റിലേഷൻ മാത്രം മതി, അതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതല്ലേ. അങ്ങനെ ആഗ്രഹിക്കുന്ന സോറയോട് ഇവൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇവന്റെ ഈ ഡിസിപ്ലിൻ അല്ലാത്ത ജീവിതം. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ജോ അവന്റെ ദേഷ്യം കാരണം സ്മോക്ക് ചെയ്തിരുന്നു. അഗെയിൻ ടൈം റീസെറ്റായി. ഇത്തവണ നമ്മുടെ ഹീറോയിൻ ആദ്യം തന്നെ നേരെ കാർലോയോട് സംസാരിക്കാൻ ചെല്ലുന്നു. ഇന്നപോലെ ഭാവിയിൽ നിന്ന് വരുവാണ്, ജോനത്തിന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങേർക്കും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോറയ്ക്ക് ഇത് പുതുമയുള്ള കാര്യമല്ലല്ലോ. എത്രയോ തവണ ജോനത്തിനെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വിശ്വസിപ്പിച്ച് ജോനത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. കാർലോ പറയുന്നത് ജോനത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എൽസയാണെന്നാണ്. അതെ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. ജോനത്തിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് മറ്റത് മറിച്ചത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അവളല്ലേ. എല്ലാ തരത്തിലും അവൾ ഇവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമല്ലേ. അങ്ങനെ ഒരുത്തി അവന്റെ ലൈഫിൽ വേണ്ടെന്നേ. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളേ ഉണ്ടാകത്തുള്ളൂ. അതിപ്പോൾ അവൾ എത്ര വലിയ ബിസിനസ്സുകാരിയാണെങ്കിലും, ഫിലിം സ്റ്റാർ ആണെങ്കിലും, ഡോക്ടർ ആണെങ്കിലും, മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, ആരാണെങ്കിലും ഒരു മനുഷ്യനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടത്. ഇത്രയും നാൾ എൽസ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജോനത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ സോറെ പോലും എന്താണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്? ജോനത്തിനെ കൺട്രോൾ ചെയ്ത് ഒരു തരത്തിൽ അവനെ കൺട്രോൾ ചെയ്ത് അവന്റെ ദുശീലങ്ങളെല്ലാം മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവന്റെ ഉള്ളു മനസ്സിലാക്കി അത് ഹീൽ ചെയ്യാൻ അവനെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അവന്റെ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ജോയുടെ ലൈഫ് ബെറ്റർ ആക്കാൻ അവൻ തന്നെ തീരുമാനിക്കണം. അതിനുള്ള അവസരം അവൻ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് നമ്മുടെ ഹീറോയിൻ ചെയ്യേണ്ടത്. വളരെ സാവധാനത്തിൽ സമാധാനത്തോടെ ജോനത്തിനോട് സംസാരിച്ച് അവൻ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും അവനോടൊപ്പം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കും ഒരു കോൺഫിഡൻസ് ആയി. ഇത്രയും നാൾ ചെയ്യാതിരുന്ന കാര്യം ചെയ്യാൻ തീരുമാനിക്കുവാണ്. നേരെ പോയി അച്ഛനെ മീറ്റ് ചെയ്തേക്കാവുന്നൊക്കെ. അല്ല സോറെ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്നോട് വളരെ നൈസായിട്ടാണല്ലോ പെരുമാറുന്നത്. നമ്മുടെ മാരേജ് ലൈഫ് അത്ര അടിപൊളിയാണോ? സംടൈംസ് നല്ലതാണ്, സംടൈംസ് നിനക്ക് പിരിയിളകും. ഓ, നമ്മളപ്പോൾ ഇടയ്ക്ക് അടിയുണ്ടാക്കാറുണ്ടല്ലേ. പിന്നെ എത്രയോ തവണ. പെർഫെക്റ്റ് മാരേജ് ലൈഫ് അങ്ങനെ ഒന്നും ഇല്ല ജോ. ഓരോ തവണയും നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തിന് നിന്നെ കിട്ടിയെന്ന് ആലോചിക്കാറുണ്ട്. ഒരുപാട് തവണ ഫൈറ്റ് ചെയ്യും, പിന്നെ നമ്മൾ കാം ഡൗൺ ആയി എല്ലാം സോൾവ് ആക്കും. നമ്മൾ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് നീയും നിനക്ക് ഞാനും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഓരോ തവണയും എന്തിനാണ് ഞാൻ നിന്നെ എടുത്ത് തലയെ വെച്ചത് എന്ന് ചിന്തിക്കേണ്ടി വരുമ്പോഴും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. 1000 തവണ ഇതൊക്കെ വീണ്ടും വീണ്ടും തുടങ്ങേണ്ടി വന്നാലും റിപ്പീറ്റ് ആയിക്കൊണ്ടിരുന്നാലും തീർച്ചയായും ഞാൻ നിന്നെ തന്നെ ചൂസ് ചെയ്യുള്ളൂ. നിന്നെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ഇതെല്ലാം കേട്ട് ജോയ്ക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ശരിക്കും നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാ?
ഈ പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞതല്ല, നീ എന്നോട് പറഞ്ഞതാണ്. ഓരോ തവണ വഴക്കുണ്ടാക്കിയിട്ട് ഇതൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വരും. ഈ സംഭവം ഇങ്ങനെയേ വർക്ക് ചെയ്യുള്ളൂ. ഒടുക്കം സോറിയും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് നമ്മളൊക്കെ തന്നെ ആയിരിക്കും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സമാധാനിപ്പിക്കാൻ ജോയ്ക്ക് പ്രത്യേക കഴിവാണേ. ആദ്യം നമ്മുടെ സോറെ സന്ധ്യയെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, റെഡ് കളറിലാണെങ്കിലും ബ്ലാക്ക് കളറിലാണെങ്കിലും, അതായത് സന്തോഷത്തിലാണെങ്കിലും വിഷമത്തിലാണെന്നുണ്ടെങ്കിലും ആകാശം അതിനെ സ്വീകരിക്കും, അതുപോലെയാണ് റിലേഷൻസ് എന്നൊക്കെ. അതും ഭാവിയിൽ നമ്മുടെ ജോ ഇവളോട് പറയാൻ പോകുന്ന ഡയലോഗ്സ് ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് ഒരു കഴിവാണെന്ന്, ആ കഴിവില്ലെങ്കിൽ ഒരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ലെന്ന്. ഇരുവരും മനസ്സ് തുറന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ജോയുടെ അച്ഛനെ മീറ്റ് ചെയ്യാൻ ചെല്ലുവാണ്. ഏകദേശം രാത്രിയായി അവിടെ എത്തിയപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ചു. പെട്ടെന്ന് അവിടെ ഒരു റെഡ് ലൈറ്റ് കാണാൻ സാധിക്കുവാണ്, ഒരു റെഡ് വേവ് പോലെ. ഉടനടി ദേ നമ്മുടെ സോറയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന് അവൾ വീണു പോകുന്നു. വീണ്ടും റീസെറ്റായി. ഇത്തവണ ജോയുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്സ് ഒന്നുമല്ല, ടൈം തീർന്നു പോയത്രേ. ആ ഒരു റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു റെഡ് വേവ് കാണുന്നത് വരെയുള്ള സമയമേ ഉള്ളൂ. എല്ലാം റീസെറ്റായി. എന്താണ് എക്സാക്ട്ലി സംഭവിച്ചത് എന്നുള്ള ധാരണയില്ലെങ്കിലും പിന്നെയും ശ്രമിച്ചു നോക്കുക എന്നുള്ളതല്ലാതെ ഇവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ ജോയെ അവൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഏതാണ്ട് രാത്രിയോട് അടുപ്പിച്ചാവുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും. അപ്പോഴാണ് നമ്മുടെ സോറെ ഒരു ന്യൂസ് ശ്രദ്ധിക്കുന്നത്. അതിൽ പറയുന്നതാവട്ടെ, മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. വലിയൊരു ജയന്റ് സോളാർ ഫ്ലെയർ ഉണ്ടായതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു എന്നൊക്കെയുള്ള ന്യൂസ് കേൾക്കാം. എന്തോ ഒരു പ്രത്യേക പ്രതിഭാസമാണ് എല്ലാത്തിനും കാരണം. അത് അവസാനിക്കുന്നതിന് മുമ്പ് ഇവളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. തുടർച്ചയായി ഓരോ തവണ ശ്രമിക്കുമ്പോഴും ദൗത്യം പാതി വഴിക്ക് നിന്നു പോകുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ തന്നെ തുടർന്നാൽ ജോയെയും കൊണ്ട് അവന്റെ അച്ഛന്റെ മുന്നിലെത്താൻ ഇവൾക്ക് സാധിക്കണമെന്നില്ല. കുറേ തവണ തുടർച്ചയായി ശ്രമിച്ചു, എല്ലാം പരാജയമായിരുന്നു. എത്രയെന്ന് വെച്ചാൽ ശ്രമിച്ച് പരാജയപ്പെടുന്നത്. ജോയ്ക്ക് വേണ്ടി ഒത്തിരി നമ്മുടെ സോറെ കഷ്ടപ്പെടുന്നുണ്ട്. ഭാവിയിൽ അവന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഇവളാൽ പറ്റും വിധമെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലം കാണുന്നില്ല. ഒരുപക്ഷെ ഇതായിരിക്കും വിധി. ഇവളിങ്ങനെ ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോയത് അവനെ രക്ഷപ്പെടുത്താനുള്ളൊരു സാധ്യത അല്ലെങ്കിലോ, ഒരുപക്ഷെ അവനെ രക്ഷപ്പെടുത്താൻ ഒരു അവസരം ഇവൾക്ക് കിട്ടിയതല്ലെങ്കിലോ, മേ ബി കുറച്ചു കാലം കൂടെ അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാവാം ഇങ്ങനെ ഒരു അവസരം ഇവൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരുപാട് ശ്രമത്തിനൊടുവിൽ ഈ ഒരു ടൈം ലൂപ്പും അവസാനിക്കുവാണ്. അവസാനമായി ഒരിക്കൽ കൂടി റീസ്റ്റാർട്ടായി വന്നപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനോട് ഞാൻ നിന്റെ ഭാര്യയാണ്, എന്നേക്കും നിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നിടത്ത് വെച്ച് ടൈം ലൂപ്പ് അവസാനിച്ചു. തൊട്ടടുത്ത സീനിൽ ആർട്ടിക് പ്രദേശത്ത് പോയ നമ്മുടെ ഹീറോ തിരിച്ചു വരുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും നേരം സംഭവിച്ചതൊക്കെ വെറും ഒരു സ്വപ്നമായിരുന്നു, ഒരു തോന്നൽ മാത്രമായിരുന്നു. എന്തോ നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. അവൻ തിരിച്ചു വന്നു, അവന്റെ പഴയ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. എൽസ അവളുടെ ഭാവി പരിപാടികളൊക്കെ പറഞ്ഞു. ജോ ഇവിടുന്ന് പോയ പോലെയല്ല തിരിച്ചു വന്നതെന്നും അവൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് കാം ഡൗൺ ആയിട്ടുണ്ട്. ആളാകെ മൊത്തത്തിൽ മാറി. എൽസയോട് അങ്ങ് നിർത്തിക്കോ എന്ന് പറഞ്ഞു, ഈ റിലേഷൻ മുന്നോട്ട് പോകത്തില്ലെന്ന്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കൂടെ മെനക്കെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇവ മാത്രമല്ല പലരും ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ജോയുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വ്യക്തമായി റിയലൈസ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നുമില്ല. സംതിങ് മിസ്സിംഗ്. അതാണ് ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ. ഒരുപാട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ട്രോമയെ അവസാനിപ്പിക്കാൻ സമയമായി. നേരെ അവന്റെ അച്ഛനെ അന്വേഷിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അവിടെ അദ്ദേഹവും ഭാര്യയും മകനും സന്തോഷമായി ജീവിച്ചു വരുന്നു. അവരുടെ ആ ഒരു സന്തോഷം നശിപ്പിക്കാതിരിക്കാൻ കൂടിയാവണം നമ്മുടെ ഹീറോ അച്ഛനോട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്യാതെ ഇവനും ഇവന്റെ അച്ഛനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ പുറകിലായിട്ട്, നിങ്ങൾ എന്നോട് ചെയ്തതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ എനിക്ക് തന്ന ആ നല്ല 4 വർഷം അതിനെനിക്ക് എന്നും നിങ്ങളോട് നന്ദിയുണ്ട് എന്ന് മാത്രം എഴുതി വെച്ച് ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ട്രോമയെല്ലാം പൂർണ്ണമായി അവസാനിപ്പിച്ച് അവിടുന്ന് തിരികെ പോവാണ്. ഇത്രേ വേണ്ടിയിരുന്നുള്ളൂ. ഇതൊന്ന് തുറന്നു പറഞ്ഞ് മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കുക. ഡ്രിങ്കിങ്, സ്മോക്കിംഗ് എല്ലാം നിർത്തി ഇത്രയും നാൾ ക്രൊയേഷ്യയിൽ ജീവിച്ച അവൻ സ്വന്തം നാട്ടിലേക്ക് ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചുപോയി. ആൻഡ് അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള പോലെ അവിടെ എക്സിബിഷനും നടത്തുന്നു. എല്ലാവരിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. പ്രത്യേകിച്ച് അതിൽ ഒരു ഫോട്ടോ, അതിലെന്തോ ഒരു മാജിക് ഉണ്ട്. സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്ന രശ്മികളിൽ അതിനിടയിൽ എന്തോ ഒരു ചെറിയ മറവുള്ള പോലെ. അന്ന് നമ്മുടെ സോറയെ ഇങ്ങനെ നിന്നൊരു ചിത്രം എടുത്തില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഇപ്പോൾ ആ ചിത്രത്തിൽ അവളില്ലെങ്കിലും ഏതാണ്ട് അവളുടെ ഒരു നിഴൽ അവിടെ കാണാൻ സാധിക്കും. ആ ഒരു എക്സിബിഷനിലേക്ക് നമ്മുടെ സോറയും വന്നെത്തി. ഇതിനിടയ്ക്ക് സംഭവിച്ച ടൈം ലൂപ്പ് ഓർമ്മകളൊന്നുമില്ല കേട്ടോ. ഇത് ഈ ഒറിജിനൽ ടൈം ലൈനിലെ സോറയാണ്. അവൾക്കും ഈ ഒരു പ്രത്യേക ചിത്രം ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന ടോപ്പിക്കിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തിയതിലൂടെ ആളുകളെ ഇതിനെപ്പറ്റി അവെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവൻ ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിലും മഞ്ഞുരുകുന്നത് മാത്രമല്ല പ്രശ്നം, അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിന്ന പലതും നമുക്ക് നഷ്ടമാകുമെന്ന്. ഒരുപാട് നമ്മൾ ആസ്വദിച്ചിട്ടുള്ള അറോറ ലൈറ്റ്സ് ഒക്കെ നമുക്ക് നഷ്ടമാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ ഉണ്ടാവുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ആളുകൾ മാറി ചിന്തിക്കണം. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്നുള്ള പേടിയല്ല ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഈ സൗന്ദര്യങ്ങളും നമ്മളെ വിട്ടുപോകും. അതിനോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും ആളുകൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന്. ഇതെല്ലാം ജോനത്തൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ സോറയ്ക്കും സന്തോഷം. ദെൻ രണ്ടാളും ഹാൻഡ് ഷേക്ക് ചെയ്തപ്പോൾ ഇത്രയും നാൾ ഇവർക്കിടയിൽ സംഭവിച്ച ആ ഒരു ടൈം ലൂപ്പ് എല്ലാം ഇവരുടെ മനസ്സിലൂടെ മിന്നിമറയാണ്. എങ്ങനെയാണ് ഈ ഒരു ലൂപ്പ് തുടങ്ങിയതെന്നാൽ നമ്മുടെ സോറെ പറഞ്ഞില്ലേ, ജോ മരിച്ചുപോയിന്ന് ഹാർട്ട് അറ്റാക്ക് കാരണം. അവന്റെ മരണശേഷം ഒറ്റയ്ക്കായി പോയ നമ്മുടെ സോറെ ഒരു ദിവസം അവന്റെ ഡയറി എടുത്ത് വായിച്ചു. അതിൽ ആർട്ടിക്കിനെ പറ്റി എഴുതിയിരുന്നു, ഭൂമിയിൽ ടൈം സോൺ ഇല്ലാത്ത ഏക സ്ഥലമെന്ന്. ജോനത്തിന് അവിടെ അത്രയേറെ പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയ സോറെ അങ്ങോട്ട് പോയി. അവിടെ വെച്ച് അറോറ ലൈറ്റ്സ് അവൾക്ക് വിസിബിളായി. ആൻഡ് എന്തോ ഒരു മാജിക്കൽ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ജോനത്തിനെ പറ്റിയുള്ള ഓർമ്മകളിൽ അവളുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് താഴെ
താഴേക്ക് വീഴുന്നതും. ഇതേ പ്രദേശത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ജോനത്തിന് മഞ്ഞിൽ എന്തോ വെള്ളത്തുള്ളികൾ വീഴുന്നതും കാണുന്നുണ്ട്. അവൻ അന്ന് കണ്ട ആ തുള്ളികൾ വെള്ളമല്ല, നമ്മുടെ സോറയുടെ കണ്ണുനീരാണ്. അവിടെ നിന്നാണ് ഈ ടൈം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോറ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ ജോനത്തന്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൾക്കും ആദ്യം വിശ്വസിക്കാനായില്ല. പിന്നീട് ഒരേ കാര്യം അങ്ങനെ തുടർച്ചയായിട്ട് നടന്നപ്പോൾ തനിക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് തനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. ജോനത്തിനെ രക്ഷിക്കാൻ പ്രകൃതിയായിട്ട് തനിക്ക് ഒരുക്കി തന്ന ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. ഇപ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഒറിജിനൽ ടൈം ലൈനിലുള്ള ജോനത്തനും സോറയും കെട്ടിപ്പിടിക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. സോറയെ സന്ധ്യാസമയത്തെ പറ്റി പറഞ്ഞില്ലേ, ചുവന്നിട്ടാണെങ്കിലും ഇരുൾ മൂടി നിൽക്കുവാണെന്നുണ്ടെങ്കിലും ആകാശം അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അതേപോലെ ഇവിടെ നമ്മുടെ ജോനത്തനും സോറയും അവരെങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇരുവരും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. ജോനത്തന്റെ ലൈഫ് ബെറ്റർ ആക്കാനും അവനെ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും സോറ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവൾക്കതിന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഉത്തരം. അവൾ ഒരുപാട് ശ്രമിച്ചു. അവന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ നോക്കിയെങ്കിലും പലതും പാതി വഴിക്ക് മുടങ്ങിപ്പോവായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? ജോനത്തൻ തന്നെ അവന്റെ ലൈഫ് ബെറ്റർ ആക്കണം എന്ന് തീരുമാനിച്ച് അവൻ തന്നെ അവന്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് സോറയുടെ ഡയറക്റ്റ് സഹായമില്ലാതെ അവന്റെ എല്ലാ ട്രോമയും അവസാനിപ്പിച്ചപ്പോൾ മുന്നോട്ട് നല്ലൊരു ജീവിതം കിട്ടുന്നു. നഷ്ടപ്പെട്ടതൊക്കെ അവന് തിരിച്ചു പിടിക്കാനും സാധിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വേറെ ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഈ ഒരു ഹാർഷ് റിയാലിറ്റി എപ്പോൾ നമ്മളെ ഹിറ്റ് ചെയ്യുന്നു ആ മൊമെന്റ് മുതൽ നമ്മൾ പണിയെടുക്കും. പലരും പറയുന്നത് കേട്ട് നിൽക്കാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമുക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തേ പറ്റൂ എന്ന് തിരിച്ചറിയുന്ന മൊമെന്റ് മുതൽ നമ്മൾ ജീവിച്ചു തുടങ്ങുവാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം. നമ്മുടെ സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഒക്കെ ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല നല്ല പുതുമ തുളുമ്പുന്ന റൊമാൻറ്റിക് കഥകളൊക്കെ ആമസോൺ മ്യൂസിക്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല സിനിമകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഇന്ത്യൻ മൂവീസ്, ബാക്കി മൂവീസൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്തോളാം. കുറേ ലാംഗ്വേജസിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറേ നല്ല സിനിമകൾ മിസ്സാവുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം.